ഷെയ്ഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹ് അവരുടെ പാണ്ഡിത്യം ഇന്നൽക്കൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും വലിയ പണ്ഡിതനാണെന്നുള്ളത് ഇവിടെ എല്ലാവരും മനസ്സിലാക്കി വരാം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കറിയാം, ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും അറിയാം ബഹുമാനപ്പെട്ടവർ വലിയ പണ്ഡിതനാണെന്ന്. ഏതുവരെ ബഹുമാനപ്പെട്ടവർ ഒരു ഫത്വ കൊടുത്താൽ ആ ഫത്വക്കുള്ളതായ ദലീൽ മൂപ്പർ അവിടെ എഴുതലില്ല. ആ ഫത്വനിക്കുള്ള ന്യായങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങളോ മൂപ്പര എഴുതലിൻ്റെ ചുവട്ടിൽ മൂപ്പര പേര് മാത്രമേ എഴുതലുള്ളൂ. അത് മതി. ആ പേര് എഴുതിയാൽ പിന്നെ ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല, ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്തവരെ മൂപ്പര ഫത്വനെ ചോദ്യം ചെയ്തവരൊന്നും നമ്മളോട്ട് വിടൂലേനും വിട്ടിട്ടുമില്ല ആരാണെങ്കിലും. അങ്ങനെ ചില ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്, വടക്കോട്ട് വണ്ടൂർ ആ ഭാഗത്തൊക്കെ പോയാൽ അവരൊക്കെ അങ്ങനെ ചോദ്യം ചെയ്യണ ആരും നമ്മൾ വിട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ ഫത്വ അതിന് ആധികാരികമായി തെളിവുകളുള്ള അവരോട് ഉപമിക്കാൻ പറ്റുന്നതായ ഒരു പണ്ഡിതൻ ഇവിടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു പണ്ഡിതനുണ്ടല്ലോ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരെ പോലെയെന്നൊക്കെ പറയാൻ പറ്റിയ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്, അല്ലെങ്കിൽ അവർ ശംസുൽ ഉലമയെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹ് അവർ വലിയ പണ്ഡിതനാണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. അവർ പണ്ഡിതനാണ്. പക്ഷേ അവരെ പാണ്ഡിത്യത്തിൻ്റെ ആ സ്വഭാവങ്ങൾ ചിലപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് അവരോട് അടുത്ത പ്രത്യേകക്കാരാവുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ. എന്നാൽ മറ്റൊരു കാര്യം, അവർ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രമുഖനാവുന്ന ഔലിയാക്കന്മാരിൽപ്പെട്ട ഖുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു അവർ തന്നെ പലപ്പോഴും പറയലുണ്ട്, മഹാന്മാരാവുന്ന ഖുതുബീങ്ങളൊക്കെ അവർ സയ്യിദന്മാരിൽ നിന്ന് സാദാത്യങ്ങളിൽ നിന്നൊക്കെയാണ് അത് ഉണ്ടാവേണ്ടത്. പക്ഷെ അവരെ കൂട്ടത്തിൽ അതിന് അർഹതപ്പെട്ടവരില്ലെങ്കിൽ വേറുള്ളവരിൽ നിന്നും ഉണ്ടാവാമെന്ന് അവർ പറയലുണ്ട്. അപ്പം ആ പറഞ്ഞതിൻ്റെ അർത്ഥം മൂപ്പര് മരണപ്പെട്ടതിന് ശേഷം ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അവർ ഖുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു എന്നാണ്. കാരണം അവരവരെ വിലായത്തിൻ്റെ ആ യഥാർത്ഥ സ്വഭാവം ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, അത് മറച്ചു വെച്ചു ജീവിച്ചു. അത് ചില വലിയ ആളുകൾ അവരെ പ്രവർത്തനവും അവർക്കുള്ളതായ സേവനമൊക്കെ മറ്റ് ചില നിലക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവർ ആ വിലായത്തിൻ്റെ ആ സ്വഭാവത്തിനെ മറച്ചു വെച്ച് ജീവിച്ചവരുണ്ട്. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട പല പ്രമുഖരും. മഹാനാവുന്ന സക്കരിയ അൽ അൻസാരി തങ്ങൾ നോക്കുക, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഒരു പണ്ഡിതനാണെങ്കിൽ അവൻ വലിയ ആവണമെന്നാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ഒരു പണ്ഡിതൻ എന്നുള്ളത് അവൻ വലിയ ആവണം, വിലായത്താണ് പാണ്ഡിത്യത്തിൻ്റെ മാനദണ്ഡം എന്നാണ്. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. അപ്പോൾ സക്കരിയ അൽ അൻസാരി തങ്ങൾ ഷാഫിഉ സഗീർ എന്നുള്ള പേരിൽ അറിയപ്പെട്ട വലിയ മഹാനല്ലേ. പക്ഷെ സക്കരിയ അൽ അൻസാരി തങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണെന്ന് ആർക്കും മൂപ്പര് മരണം വരെ മനസ്സിലാക്കിയിട്ടില്ല. മൂപ്പര് വലിയ പണ്ഡിതനാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. മൂപ്പര് തന്നെ എപ്പോഴും പറയലുണ്ട്, ഇതിന് നശഅ്തു ബൈനൽ ഹജറൈനി വബൈനൽ ജലാലൈനി വബൈനൽ കമാലൈൻ. എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ജലാലുണ്ട്, എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ജലാലുണ്ട്. എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ഹജറുണ്ട്, എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ഹജറുണ്ട്. എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു കമാലുണ്ട്, എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു അവരിടയിലാണ് എൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വലിയ പ്രഗത്ഭരാവുന്ന ശിഷ്യന്മാരാണ് എന്നിൽ നിന്ന് പഠിച്ചത്. അപ്പം അവരെ കൊണ്ടും ഞാൻ എന്താക്കി പല ഇൽമിനും ഇസ്തിഫാത്ത് ചെയ്തു. വലിയ മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. സക്കരിയ അൽ അൻസാരി തങ്ങളെ ഈശനല്ലേ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഓരോ വിഷയത്തിനെ പറ്റി ഓരോ ഗ്രന്ഥം എഴുതിയ ആളാണ്. മൂപ്പരോട് ചോദിച്ച ഓരോ മസ്അലകളെ സംബന്ധിച്ച് തന്നെ ഓരോ ഗ്രന്ഥങ്ങളാണ് മൂപ്പർ എഴുതിയിട്ടുള്ളത്. വെറും 9 മാസം കൊണ്ട് തുഹഫത്തുൽ മുഹ്താജ് മുഴുവൻ എഴുതി തീർത്തു ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. അപ്പോൾ അങ്ങനെ പണ്ഡിതന്മാരെ കൊടുത്ത് അങ്ങനത്തെ വലിയ പണ്ഡിതന്മാർ 600ഓളം മുസന്നഫാത്തുകൾ ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ. ഇബ്നു ഹജറുൽ ഹൈതമി സക്കരിയ അൽ അൻസാരി തങ്ങളെ ഈശനാണ്. അപ്പം അങ്ങനത്തെ സക്കരിയ അൽ അൻസാരി തങ്ങൾ എന്താണ്, അവരെ വിലായത്തിനെ ആരുടെയും പ്രത്യക്ഷപ്പെടുത്തിയില്ല. അതിൻ്റെ കാരണം എന്താ, ഒരു അശരീരി മൂപ്പരോട് വന്ന് പറഞ്ഞു എന്നാ, യാ സക്കരിയ തസത്തർ വിലായത്തക ബിൽ ഫിഖ്. സക്കരിയ നിൻ്റെ വിലായത്തിനെ നീ ആരെ മുന്നിലും കാണിച്ചു കൊടുക്കരുത്, അതിനെ മറച്ചു വെച്ചോ. നീ ഫഖീഹാണ്, നീ പണ്ഡിതനാണെന്ന് മാത്രമേ അറിയപ്പെടാൻ പാടുള്ളൂ. നിന്നൊരു പണ്ഡിതനായിട്ട് ആളുകൾ കണക്കാക്കിയാൽ മതി. നീ ഒരു വലിയാണെന്ന് ആരും എന്നെപ്പറ്റി മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ നിന്നെപ്പറ്റി മനസ്സിലാക്കിയാൽ നിൻ്റെ സേവനം നമ്മൾക്ക് ആവശ്യം എന്താ, നിന്നിൽ നിന്ന് മഹാന്മാരാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെ ജലാലുദ്ദീൻ സുയൂത്തിയെ പോലെ ഇങ്ങനത്തെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരുണ്ടാവണം. അതുകൊണ്ട് നീ ആലിമായിട്ട് അറിയപ്പെട്ടാൽ മതി. അപ്പോൾ മൂപ്പരെ വിലായത്തിൻ്റെ ആ മാർഗത്തെ മൂപ്പര് മറച്ചു പിടിച്ച് ജീവിച്ചു ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി തങ്ങൾ. എന്നതുപോലെയായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ. ആരെങ്കിലും ഇപ്പോൾ നോക്ക്, ഞാൻ ഇന്നലെയും തന്നെ കുറേ നോട്ടീസ് ഉണ്ട്. നോട്ടീസിലൊക്കെ ഒരു നോട്ടീസ് ചോദിച്ചു നോക്കുമ്പോൾ ദുആക്ക് വരുന്ന ഒരാളാണ്.
അയാളെ പറ്റി എഴുതാൻ പറഞ്ഞു, വലിയുള്ളായി എന്ന് എഴുതാൻ പറഞ്ഞിരിക്കണമെന്നാണ്. വശീഖുന വലിയുള്ളായി. ഞാൻ ചോദിച്ചു എങ്ങനെ ഇത് എന്തിനാ എഴുതിയെന്ന് വെച്ചു. ഇത് അയാളെ ഏൽപ്പിച്ച ആളുകൾ അങ്ങനെ തന്നെ എഴുതണമെന്ന് പറഞ്ഞിരിക്കണമെന്നാണ്. എന്തോടാ ഈ ഷെയ്ഖുന വലിയുള്ളായി എന്നൊക്കെ ഓരോരുത്തരെ പറ്റി തോന്നിയസനെ എഴുതാനുള്ളതാ. ആരാ വലിയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ദ്വാരക്കാൻ നടക്കുക, ഒരാൾ ദ്വാരക്കാൻ പോയതുകൊണ്ട് ഓലൊക്കെ വലിയാവോ? അപ്പം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയെ സംബന്ധിച്ച് നമ്മളിതുവരെ ഏതെങ്കിലും ഒരു നോട്ടീസിൽ വലിയുള്ളായി ശംസുൽ ഉലമ എന്നാ, അല്ലെങ്കിൽ കണ്യത്ത് ഉസ്താദ്, അത് യഥാർത്ഥത്തിൽ ബാഹ്യമായ നിലയ്ക്ക് വിലായത്തിൻ്റെ എല്ലാ സ്വഭാവവും നമ്മൾ കാണപ്പെട്ട ആളാണ്. വിലായത്തിനെ മറച്ചു പിടിച്ച് ജീവിച്ച ആളല്ല ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ്. എന്നിട്ട് മൂപ്പരെ പറ്റി വലിയുള്ളായി കണ്യത്ത് ഉസ്താദ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നോക്ക്, വിലായത്തിൻ്റെ ആ മാർഗത്തിനെ മൂപ്പര് മറച്ചു വെച്ചു. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ. വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. ജനങ്ങളെ മുന്നിൽ മൂപ്പരനെ എപ്പോഴും പറയില്ലേ, ആര് പൈസ തന്നാലും ഞാൻ വേഗം വാങ്ങും, കൈകെട്ടി വേഗം വാങ്ങും. അതെന്താ? അപ്പം എല്ലാവർക്കും തോന്നും ഇയാൾക്ക് വലിയ പൈസനോട് വലിയ മോഹമാണോ. മൂപ്പരനെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെപ്പറ്റി അങ്ങനെ വിശ്വസിക്കട്ടെ, ഞാൻ ഈ പൈസനോട് വലിയ മോഹമുള്ള ആളാണെന്ന് എന്നെപ്പറ്റി വിശ്വസിച്ചാൽ മതിയെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അങ്ങനെയാണോ? നമ്മളെന്തെങ്കിലും കാട്ടിയാൽ വേണ്ട എന്ന് പറയും, അവിടെ വെച്ചോന്ന് പറയും. നമുക്കറിയും അവിടെ വെച്ചോന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചോന്നാണെന്ന് അവർക്കും അറിയാം. ഏതായാലും തരാതെ വിടൂലെയാണെന്ന് നമുക്കറിയാം. അപ്പം അത്രയും വേണ്ടെന്ന് അറിയാലോ. ഇനി ഏതെങ്കിലും വലിയ വളവന്മാരിത് കേട്ടിട്ട് തരണ്ടെന്ന് പറഞ്ഞ് പോയാൽ അപ്പം നമുക്കൊരു വിഷമം ഉണ്ടാവും, കിട്ടിയില്ലല്ലോ, ഇനി അങ്ങനെ പറയണ്ടെന്നാണ് പിന്നുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ടവരങ്ങനെയല്ല, വേഗം കൈകാട്ടി വാങ്ങും. അപ്പം എല്ലാവരും മനസ്സിലാക്കും ഇയാൾക്ക് എന്താണ്. അങ്ങനെ ഒരു പൊതുവൊരു ധാരണയുണ്ട്. മൂപ്പര് വെറും ഒരു പൈസൻ്റെ ആളാണ്, ആര് പൈസ കൊടുത്താലും വാങ്ങും, പൈസയ്ക്ക് വേണ്ടി ഫത്വ കൊടുക്കും. പൈസയ്ക്ക് വേണ്ടി മൂപ്പര് ഫത്വ കൊടുത്തിട്ടില്ല. ഫത്വ എന്നുള്ളത് മൂപ്പര് കൊടുത്തിട്ടുണ്ടാവും, 1000 ഫത്വകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫത്വകളൊക്കെ ശരിയായ നിലക്ക് അതിൻ്റെ എല്ലാവിധ മൂപ്പര് കൊടുത്ത ഓരോ ഫത്വ, ഇപ്പോൾ തലാഖ് സംവാദത്തിൻ്റെ ഫത്വ മുമ്പ് ചെറുശ്ശേരി ഉസ്താദ് രണ്ടാമത് കൊടുത്ത ആ ഫത്വ ആദ്യം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ കൊടുത്ത ഫത്വയാണത്. അപ്പോൾ ആ ഫത്വയാണ് രണ്ടാമത് ഇവിടെ തലാഖ് സംവാദം മുമ്പുണ്ടായല്ലോ. ആ സംവാദത്തിന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി മുസ്ലിയാർ കൊടുത്ത ഫത്വ നബറല്ലാഹു മർത്തറ. അപ്പോൾ ഈ ഫത്വകളൊക്കെ മൂപ്പര് കൊടുത്ത ഫത്വകളൊക്കെ മൂപ്പര് പൈസയ്ക്ക് വേണ്ടി ഫത്വ കൊടുക്കുന്ന ആളല്ല. പക്ഷേ ഫത്വ കൊടുത്തപ്പോൾ ആരും പൈസ കൊടുത്തവരേക്ക് പൈസ വാങ്ങിയിട്ടുണ്ടാവും ഈ കാരം. അത് ആര് കൊടുത്താലും മൂപ്പര് വാങ്ങുമെന്ന് അറിഞ്ഞല്ലോ. അത് പൈസനോടൊരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണെന്ന് നിങ്ങളാരും മൂപ്പരെ പറ്റി വിശ്വസിക്കേണ്ട. ഞാൻ വലിയ പൈസനോട് ആഗ്രഹമുള്ള ആൾ, അതൊരു വരുത്തി തീർക്കാനുള്ളൊരു സ്വഭാവമാണ്. നന്ദി ദാറുസ്സലാം അറബി കോളേജിലെ ഒരാൾ ഒരു ഫൈദി അയാൾ വന്നപ്പോൾ അയാളൊരു കള്ളിത്തുണിയൊക്കെ എടുത്താൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖുനാനെ അയാൾ മറുവശത്തുള്ള ആളാണ്, ഈ AP ഭാഗക്കാരനാണ്. പക്ഷേ ഷെയ്ഖുനാനോടൊരു സ്നേഹമൊക്കെ ഉള്ളിലുണ്ടായതുകൊണ്ട് ഇടയ്ക്ക് അയാൾ വരലുണ്ട്. അപ്പോൾ അയാൾ ആ കള്ളിത്തുണി നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ എനിക്കെങ്ങനെ ഈ കള്ളിത്തുണിയൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഷെയ്ഖുനാക്ക് കള്ളിത്തുണി വേണമെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇയാൾ വേഗം പോയി കൊയിലാണ്ടി പോയി 3 തുണിയാണ് ഓടുന്നത്. അപ്പോൾ ഇയാൾ പോയ പാട് എന്നോട് പറഞ്ഞു, എനിക്ക് തങ്ങളെ കള്ളിത്തുണിയൊന്നും വേണ്ട, ആകെ 2 കള്ളിത്തുണിയാണ്, 3 കള്ളിത്തുണി അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എന്താണെന്നറിയാം അവനെ കൊണ്ട് കൊണ്ടുപോയിച്ചത്. അവപ്പോൾ പോയിട്ട് അവൻ്റെ ക്യാമ്പ് പോയി പറയും, ഞാൻ ഈക്കൻ്റെ അടുത്ത് പോയപ്പോഴെന്നാണ് ഈ കാര്യം അവൻ പറയുക, എന്നെ അവൻ ഇവിടുന്ന് ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് മാരിക്കൊന്നും അവിടുന്ന് വിളിച്ചില്ല. അങ്ങനെ പോയിട്ട് ചെന്നപ്പോൾ എൻ്റെ ഈ കള്ളിത്തുണി കണ്ടപ്പോൾ മൂപ്പർ കൂടി കള്ളിത്തുണി പൂതിയായി, എന്നെക്കൊണ്ട് 3 കൊണ്ടുവച്ചത് എന്ന്. അപ്പോൾ അവൻ 10 ആളോട് പറഞ്ഞിട്ടാണെങ്കിൽ ആ 10 ആൾ പിന്നെ 10 ആളോട് പറഞ്ഞോളൂ. അപ്പോൾ 100 ആളായി. പിന്നെ അങ്ങനെ പറഞ്ഞ് 1000, 2000, 10000 ആളുകൾ അറിയട്ടെ എനിക്കിതിനോടൊക്കെ ഒരു ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ ഭൗതിക ദുന്യാവിനോടൊരു ആഗ്രഹമുള്ള ആളായിട്ട് ജനങ്ങളെ മുന്നിൽ മൂപ്പരെന്താക്കി അതൊക്കെ കാണിച്ചു തന്നു. പക്ഷേ ദുന്യാവിനോട് ഒരു നിലക്കും മൂപ്പർക്ക് യാതൊരു ആഗ്രഹവും ഇല്ലെന്ന്. മാലി വലി ദുന്യാ മാ അനഫി ദുന്യാ ഇല്ലാക്ക റാക്കിബിൻ ഇസ്തവല്ല തഹ്ത ഷജറ എന്ന് റസൂൽ പറഞ്ഞില്ലേ. ഈ മരത്തിൻ്റെ ചോട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈത്തപ്പന മട്ടലോണ്ട് ഉണ്ടാക്കിയ കട്ടുമ്മൽ കിടന്നു. ശരീരത്തിലാകെ അതിൻ്റെ പാടുകൾ വന്നു. സഹാബത്ത് പറഞ്ഞു, നല്ലൊരു മെത്തുണ്ടാക്കി കൂടെ നമ്മൾക്ക് തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? മാലി വലി ദുന്യാ മാ അനഫി ദുന്യാ ഇല്ലാക്ക റാക്കിബിൻ ഇസ്തവല്ല തഹ്ത ഷജറ. ഞാനും ഈ ദുന്യാവേറ്റ് എന്തൊരു ബന്ധം. ഒരു മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിക്കുന്നതായ യാത്രക്കാരനെ പോലെയാണ് ഞാൻ. യാത്രക്കാരൻ വിശ്രമം കഴിഞ്ഞാൽ എണീറ്റ് പോവും. അത്ര ഈ ദുന്യാവേറ്റ് എനിക്കുള്ളൊരു ബന്ധമുള്ളൂ. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമക്ക് ദുന്യാവേറ്റുണ്ടായിരുന്നതായ ബന്ധം. അത് അവരേറ്റ് അടുത്ത് നിന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പം പിന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് വലിയ മഹാനാണ്. അപ്പം ആരോട് ചോദിച്ചാലും മൂപ്പരേറ്റ് ബന്ധമില്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല. അങ്ങനെയാണ് എല്ലാവരും എന്തെങ്കിലും ഒരു ബന്ധം ആരെങ്കിലും മൂപ്പര് കാറ് പോകുമ്പോൾ ഞാൻ നോക്കി നിന്നെങ്കിലും പറഞ്ഞവരുണ്ടാവും. അപ്പം അത് മുമ്പ് ഒരു കവി പറഞ്ഞില്ലേ, വക്കുല്ലും യദ്ദഈ വസ്ലം ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാക്കാന്ന്.
എല്ലാവരും പറയും ഞാൻ ലൈലനായിട്ട് വലിയ ബന്ധമാണ്, അവൾ എന്നോട് നോക്കിയാണ് ചിരിച്ചത് എന്ന് എല്ലാവരും പറയും. അപ്പോൾ എല്ലാവർക്കും അവളായിട്ട് ബന്ധമുണ്ട്. എന്നാൽ ലൈല അല തുഖീറുലഹും ബിദാക്ക, ലൈല അത് അംഗീകരിച്ചു കൊടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ആര്യ ആളല്ല എന്നതുപോലെ. മരണപ്പെട്ടതിന് ശേഷം സ്വപ്നം കാണാത്ത ആളുകൾ ഇവിടെ ഇല്ല. എല്ലാവരും സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ ഓൽക്ക് ഇങ്ങനെ ദർശനം വരികയാണ്, ഇത് ചെയ്തത് അതാണ്, ഇത് ശരിയായി, ഇത് നല്ലതായി എന്നൊക്കെ. ഇങ്ങനെ എല്ലാവർക്കും മരണപ്പെട്ടതിൻ്റെ ശേഷം ഇപ്പോൾ ബഹുമാനപ്പെട്ടവരായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതാണെന്നെങ്കിലും ആളുകൾ മനസ്സിലായി. ഹയാത്ത് കാലത്ത് ആ നിലക്കുള്ള ബന്ധം ഉണ്ടാക്കിയവർ വളരെ ചുരുങ്ങിയായിരിക്കും, അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവരും വളരെ കുറവായി. അങ്ങനെ ചില മഹാന്മാരുണ്ട് ഇവിടെ. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അങ്ങനെ കഴിഞ്ഞു പോയവർ വരെയുണ്ട്. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനില്ലെന്നോ? എന്നാൽ ഒരു വലിയ എന്നുള്ള നിലക്ക് ഇമാം ഷാഫിനെ ആരെങ്കിലും വിലയിരുത്തിയോ? ഇല്ല. പണ്ഡിതൻ എന്നുള്ള നിലക്കാണ് അവരെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഉണ്ടായത്. പണ്ഡിതൻ ആവണമെങ്കിൽ യഥാർത്ഥത്തിൽ വിലായത്തിൻ്റെ സ്വഭാവം അതിലുണ്ടാവണം. അതാണ് ഇമാം ഷാഫി തങ്ങൾ തന്നെ പറഞ്ഞത്, ലൗലൻ യകുനിൽ ഉലമാഉ ഔലിയാഹലില്ല ഫമനിൽ വലി. ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഈ ലോകത്താരാണ് അള്ളാഹുവിനിക്ക് വലിയ. അപ്പോൾ ഓരോ വിഷയങ്ങൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടത് ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലത്താണ്. ഷെയ്ഖുനാ ശംസുൽ ഉലമൻ്റെ ഹയാത്ത് കാലത്താണ് ഏറ്റവും അധികം പ്രതിസന്ധി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിട്ട്. ഒരു സമസ്തയിൽ നിന്ന് 5-6 ആളെ പുറത്താക്കിയത് മാത്രമല്ല, അത് പുറത്താക്കിയതോടുകൂടി അത് വലിയൊരു പ്രതിസന്ധി ഒന്നുമല്ല, അത് ഇപ്പോഴൊരു പ്രതിസന്ധിയായി നമ്മൾ കണക്കൂട്ടുന്നില്ല. ഇതല്ലാതെ ആശയപരമായി ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കള്ള ശൈഖന്മാർ വന്നു. ഈ കള്ള ശൈഖന്മാരെ ആ സ്പോട്ടിൽ ബഹുമാനപ്പെട്ടവർക്ക് അത് മനസ്സിലാക്കി എതിർക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടിട്ട്? അതാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്, ലൗലൻ യകുനിൽ ഉലമാഉ ഔലിയാ ഇല്ലാ ഫമനിൽ വലി. ആലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. ആ വിലായത്തിൻ്റെ സ്വഭാവം ഉണ്ടായാൽ ആ വിലായത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയും. കണ്ടില്ലേ, കെ ഇബ്രാഹിമിനെ പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ? അവനെ പെടുന്നതിനെ വിളിച്ചു പറയുകയാണ്, എന്നിൽ വിദേഹത്ത് ഞാൻ കാണുന്നുണ്ട്, ഇവിടുന്ന് പോകണം. അവനെപ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വലിയ നേതാവല്ലേ അയാൾ. അപ്പം അയാളെ വാപ്പാൻ്റെ ഖബറാണ്, പൊന്തിയെന്നോ നീണ്ടുന്നോ എന്നൊക്കെ പറഞ്ഞ് അവിടെ മാന്തലും ഊക്കലൊക്കെ തുടങ്ങിയല്ലോ ചെറുവാടിയിൽ. അപ്പോൾ അയാളെ ജാമ്യയിൽ നിന്ന് പുറത്താക്കിയതാണ്. അബ്ദുൾ റസാഖ് കാളമ്പാടി അവനെ ജാമ്യയിൽ നിന്ന് പുറത്താക്കിയതാണ്. അവനെ പുറത്താക്കണീൻ്റെ ഒരു 10 ദിവസം മുമ്പ് അവനെ വിളിച്ചു പറഞ്ഞു, അവനെ പുറത്താക്കണ എങ്ങനെ? പെടുന്നവനെ വിളിച്ച് പറയണം, നിൻ്റെ ഹൃദയത്തിൽ അണുമണി തൂക്കയുമാല്ല, ഇപ്പം ഇവിടുന്ന് പോകണം. അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി കോളേജിലെ ഉസ്താദന്മാരും അന്നത്തെ ഉസ്താദന്മാരും കോളേജ് കമ്മിറ്റിയൊക്കെ പറഞ്ഞു, ഇവിടെ അവനും ഞാനൂടി പറ്റൂല എന്ന് പറഞ്ഞു. അവ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. പുറത്താക്കി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്ത്യാനിയായിട്ട് കോളേജിൻ്റെ മുന്നിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവരോട് ബന്ധപ്പെട്ടതുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം അത് വിലായത്തല്ല, അല്ല കറാമത്തല്ല. വലിയനെ അയാളെ കറാമത്ത് കൊണ്ടിട്ടല്ല അളക്കേണ്ടത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാവുമ്പോൾ കറാമത്താവും, അല്ലാത്തവരിൽ നിന്നുണ്ടാവുമ്പോഴോ അതിവിടെ കറാമത്ത് പല ശൈത്താനെ സേവിച്ചവരിന്ന് പല അത്ഭുതങ്ങളും അവർക്ക് കാണിക്കാൻ കഴിയും. ഇവിടെ പല റിയാള ചെയ്ത് പലരും, അതുപോലെ തന്നെ ഇവിടെ കങ്കട്ടേരി പലതും ചെയ്യും. ഇവിടെ മുതുകാടൻ പല അത്ഭുതങ്ങൾ കാണിക്കണില്ലേ, ഇതൊക്കെ കറാമത്താന്ന് പറയാൻ പറ്റുമോ? അത്ഭുതങ്ങൾ ഇവിടെ പലർക്കും കാണിക്കാൻ കഴിയും. ഇപ്പോൾ ഇബ്നു അറബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ, അയാൾ എന്തോ പ്രത്യേകമാവുന്ന പരിജ്ഞാനമൊക്കെ നടത്തി അയാൾ ആകാശത്ത് കൂടി പറന്നു എന്ന് പറഞ്ഞു. ഇബ്നു അറബി തങ്ങളോട് എല്ലാവരും വന്ന് പറഞ്ഞു, നിങ്ങളും ഇയാളായിട്ട് എന്താ വ്യത്യാസമാണ്? നിങ്ങളും പറക്കും അയാളും പറക്കും, അങ്ങനെയല്ലേ വ്യത്യാസം ഉണ്ടോ? അവനെന്താക്കി, മൂപ്പരെ ചെരുപ്പെടുത്ത് കഴിഞ്ഞു, അവനപ്പം വീണു. ഇബ്നു അറബി തങ്ങൾ പറഞ്ഞപ്പോഴോ മൂപ്പർക്ക് ഈ ബ്രാഹ്മണർക്ക് മൂപ്പരെ തള്ളിയിടാൻ കഴിഞ്ഞില്ല. അതാണ് കറാമത്ത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാവുന്ന അത്ഭുതകരമാവുന്ന സംഭവങ്ങളാവുന്ന കറാമത്തും മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, കറാമത്ത് കൊണ്ടിട്ടല്ല ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം. ആ വലിയിൽ ഇസ്തിഖാമത്ത്, ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ അയാൾ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 1000 കറാമത്തുകൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയിൽ നിന്നുണ്ടായതായിട്ട് നമുക്കറിയാം. കണ്ടോ, ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ? ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയാൻ കഴിയുക, മുഖത്ത് നോക്കിയിട്ട് പറയാൻ കഴിയുക. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളൊക്കെ അങ്ങനെയല്ലായിരുന്നോ? ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന ആലിമീങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു ഏറ്റവും അവർക്ക് കഴിയുന്ന സംഗതിയാണത്. അപ്പം അതുകൊണ്ടിട്ടല്ല നമ്മൾ ഇസ്തിഖാമത്ത്, ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അവർ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ല, ഇതാണ് അതിൻ്റെ പ്രത്യേകമാണ്.
അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുലമായ ഖദ്ദസല്ലാഹു സിറവുൽ അസീസ് അവർക്കൊരു ഇലാഹിയായതായ ഒരു നല്ല തൗഫീഖ് അവരെ കൂടെ ഉണ്ടായത് കൊണ്ടിട്ട് ഇവിടെ പല കള്ളത്തരീക്കത്തുകൾ വന്നപ്പോൾ അതിനെ ആ സ്പോട്ടിൽ അതിനെ എതിർക്കാനും അത് കള്ളത്തരാണെന്ന് വ്യക്തമായി പറയാനും അവർക്ക് സാധിച്ചു. ഇവിടെ മുജാഹിദ് ജമാഅത്ത് പോലത്തെ വിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു. ഇവിടെ ഖാദിയാനിസം വന്നു. അവർ പഴയങ്ങാടി ദർസ് നടത്തുന്ന കാലത്ത് പഴയങ്ങാടിയിൽ നിന്ന് പോകാനുള്ള കാരണം എന്നതാണ്. ഖാദിയാനി കുഞ്ഞാമാജി ഖാദിയാനി അവിടെ പോയി ഹമീദുല്ലാഹ റബ്ബി വഖദീദ് ഹദാനി വഅർശദനി ലി ബലദിൻ ഖാദിയാനി എന്നൊക്കെ വെയ്ത്തിയല്ലി ഖാദിയാനിൻ്റെ നാട്ടിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചു തന്നു, അങ്ങനത്തെ അള്ളാഹുവിക്കാണ് സർവ്വസ്തുതി എന്നൊക്കെ പറഞ്ഞു. അയാൾ വന്നു. അവിടെ ഖാദിയാനിസം പഴയങ്ങാടി അതിൻ്റെ പരിസരങ്ങളിലും വളർത്താൻ തുടങ്ങി. അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ യഥാർത്ഥത്തിൽ പഴയങ്ങാടി മുദരിസായെന്ന് മൂപ്പര് പറയലുണ്ട്. പഴയങ്ങാടി നിൽക്കാനുള്ള കാരണം ഖാദിയാനിസത്തിനെ ശരിക്കും പഠിച്ചു. അതിനെ എതിർത്തുകൊണ്ട് പുസ്തകം എഴുതിയപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരിൽപ്പെട്ട പലതും ഖാദിയാനികളല്ല, പക്ഷേ ഖാദിയാനികളായിട്ട് പല നിലക്കുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. വിവാഹബന്ധം പാടില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തുപോയവരാണ്. ആ കാരണം കൊണ്ടിട്ടാണ് അവിടുന്ന് വിട്ട് ഇവിടേക്ക് പോകാനുള്ള കാരണം തന്നെ, ഇവിടെ തളിപ്പറമ്പിലേക്ക്. അപ്പോൾ ഖാദിയാനിസം ഇവിടെ വന്നപ്പോൾ അതിനെ എതിർത്തു, തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തു, ഈ വഹാബിസത്തിനെ എതിർത്തു, ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇതൊക്കെ എതിർക്കേണ്ട ആശയപരമായി പല സംഘടനകൾ ഇവിടെ ഉണ്ടായ കാലഘട്ടം. അതിനെതിരിലൊക്കെ അതിനെ പ്രതികരിക്കാനും അതിനെതിരിൽ ശബ്ദിക്കാനും ഈ വിശുദ്ധമാവുന്നതായ ഈ ദീനിനെ, അതായത് ശരീഅത്തിനെ, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ നിലക്ക് പിടിച്ചിർത്താനൊക്കെ കഴിഞ്ഞത് ബഹുമാനപ്പെട്ടവർക്കുള്ള ശക്തമായ നേതൃത്വം. ആ ശക്തമായ നേതൃത്വം ഒരു ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവനിൽ വിലായത്തിൻ്റെ സ്വഭാവം ഉണ്ടായേ പറ്റൂ. ദീനിൻ്റെ സംഘടനയാണെങ്കിൽ അതിന് പ്രവർത്തിക്കുന്നവർക്ക് എന്ത് വേണമെന്ന് വിലായത്തിൻ്റെ സ്വഭാവം അവരിലുണ്ടാവണം, അല്ലെങ്കിൽ സലാഹിയത്തെങ്കിലും അവരിലുണ്ടാവണം. അപ്പോൾ ആ വിലായത്തിൻ്റെ പൂർണ്ണമായ വലിയായതുകൊണ്ടിട്ട് അവർക്ക് എന്തിന് കഴിഞ്ഞു എന്നറിയും. ഇങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിക്കാനും, അതുമാത്രമല്ല അതിൻ്റെ മാർഗങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞെന്ന് അതേ നെഹ്ജിൽ കൂടി അതേ തരീഖിൽ കൂടി നമ്മളെ സഞ്ചരിപ്പിക്കാനുള്ളതായ ഒരു മാർഗം മൂപ്പര് ശരിയാക്കി തന്നു. ഇനി അവർ പോയ ആ മാർഗത്തിൽ കൂടി നമ്മൾ പോയാൽ മതി. അപ്പോൾ ശംസുലുലമനെ എന്തുകൊണ്ട് മൂപ്പര് കിതാബുകൾ എഴുതിയില്ല എന്ന് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ചില ആളുകൾക്ക് എന്താ കിതാബ് കുറേ എഴുതി കൂടെ എന്നാൽ കിതാബ് എഴുതാനല്ല, എഴുതാൻ എന്ന് തന്നെ മൂപ്പർക്ക് കിതാബുകൾ എഴുതാൻ കഴിയാത്തതുകൊണ്ടല്ല. മൂപ്പർക്ക് ഓരോ വിഷയത്തിനെ പറ്റിയും കിതാബ് എഴുതാൻ പറയും. ഞാൻ ബഹുമാനപ്പെട്ട സഖറിയ ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങൾ പറ്റി പറഞ്ഞതുപോലെ ആദാ ഹുവൽ ഹൈത്തമി ഫീ കുല്ലി വാഖിയത്തിൻ യഅതി ബി ഷാഫി ജവാബിൻ ഫീഹി തഹരീറു എന്ന് പറഞ്ഞല്ലോ. ഇബ്നു ഹജറുൽ ഹൈത്തമിനോട് ഉപമിക്കാൻ പറ്റിയ ആളാണ്. അതിൻ്റെ അപ്പുറമാണ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുലമ. ഏത് മസല വന്നാലും അതിനെപ്പറ്റി അതേ സ്പോട്ടിൽ അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരെ എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മഹാന്മാർ പറഞ്ഞതുപോലെ ആദാല അംദി വലിയുൻ കുല്ലു ഹസ്ലത്തിഹി കറാമത്തുൻ തഖരികുൽ ആദാതി അജ്ബാഉ. മൂപ്പരെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വിലായത്തിൻ്റെ സ്വഭാവമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുലമ. ഏത് വിഷയത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ വിഷയത്തിലുള്ളതായ വലിയൊരു ഇമാമാണെന്ന് തോന്നും. ആ അറബി ഭാഷനെ പറ്റി പറയുമ്പോൾ ആ അറബി ഭാഷയിലുള്ള വലിയൊരു ഇമാമാണ് മൂപ്പരെന്ന് തോന്നും. ഹദീസിനെ പറ്റി പറയുമ്പോൾ അതിലുള്ള വലിയൊരു മുഹദ്ദിസാണ് മൂപ്പരെന്ന് തോന്നും. തഫ്സീറിനെ പറ്റി പറയുമ്പോഴോ മന്തിഖിനെ പറ്റി പറയുമ്പോഴോ അവരെ ദർസുകൾ കേട്ട് ഒന്നും കിതാബിനെ പറ്റി വിവരമില്ലാത്തവർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ തരിച്ചു തോന്നും. ഒന്നും അറിയാത്ത ആളുകൾ തന്നെ അവരെ ദർസ് കേട്ടിട്ട് അവർ കിതാബ് ദർസ് എടുത്തിന് കേട്ട് നമ്മൾ തരിച്ചു തോന്നും. ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഫദ്ഫലി തങ്ങൾ കുട്ടി മുസ്ലിയാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അവരും ബഹുമാനപ്പെട്ട ഷെയ്ഖിനെയും വേലൂര് അവർ ഒന്നിച്ചാണ് പഠിച്ചത്. അപ്പോൾ കുട്ടികളുടെ വേലൂർ എന്നൊക്കെ ദർസിൽ പറയലുണ്ട്. അവരോട് കിതാബ് ഓതിയ ആളുകൾ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, പരീക്ഷയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈക്കനേക്കാൾ മേലെയാവണമെന്ന് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. രാവും പകലും ഉറക്കൊഴിച്ച് ഞാൻ പഠിച്ചു. പരീക്ഷയ്ക്ക് അവിടെ അവധി നൽകപ്പെട്ടാൽ മൂപ്പര് കിതാബ് നോക്കണ പണിയും പഠിക്കണ പണിയൊന്നുമില്ല. മൂപ്പര് ഇതിലൊക്കെ തെണ്ടി നടക്കലാണ്. പക്ഷേ പരീക്ഷയിൽ മൂപ്പരെ ഒരിക്കലും മൂപ്പരേക്കാൾ മേലെയാവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മൂപ്പരാണ് എപ്പോഴും ഒന്നാമതായിട്ട് പാസ്സായിട്ടുള്ളത്. അത് അവസാനത്തെ വരെ ഫൈനൽ പരീക്ഷയിൽ വരെ വളരെ ഞാൻ ശ്രമിച്ചു. ആരാ കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞത്? വലിയ മഹാനല്ലേ, വലിയ പണ്ഡിതനല്ലേ, 1000 ഉസ്താദന്മാരുടെ ഉസ്താദാണ്. അവർ നേരെ അവരെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്. ബഹുമാനപ്പെട്ട ഈ നജീബ് സദഖത്തുള്ള മുസ്ലിയാർ ഈ നജീബ് മൗലവിൻ്റെ ഒക്കെ ഉസ്താദാണ്.
ഇപ്പോൾ ഷെയ്ഖുനാനെ പറ്റി ഇയാൾ എഴുതുമ്പോൾ, നജീബ് മൗലവി എഴുതുമ്പോൾ എല്ലാവരെ പറ്റിയും ഗഫറല്ലാഹു ലഹു എന്ന് പറഞ്ഞാലും മൂപ്പരെ പേരിൻ്റെ അവിടെ ഒന്നും എഴുതൂല. അത്രമാത്രം ശംസുൽമനോടൊരു ദേഷ്യമുള്ള ആളാണ് മൂപ്പരെന്ന് തോന്നും. ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കില്ല, പക്ഷേ ഇത് ഷെയ്ഖുനാനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അതിനെ ആക്ഷേപിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ നജീബ് മൗലവിൻ്റെ വരെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്ന്. അതിന്ന് മൂപ്പര് രാജിവെച്ച് പോവുക അല്ലെങ്കിൽ ഒഴിവാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ അവർ ഖാദി ദർസ് നടത്തുന്ന കാലത്ത് ഖാദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വലിയൊരു പ്രശ്നം ഉള്ളൊരു സ്ഥലം, ആ സ്ഥലത്തെത്തിയപ്പോൾ മൂപ്പരിങ്ങനെ കിടന്ന് ദർസ് നടത്തുമ്പോൾ മൂപ്പര് എണീച്ചിരുന്നു എന്നാണ്. എണീച്ചിരുന്നിട്ട് പറഞ്ഞു, ഇവിടെ കൈക്കോട്ടും വിക്കാസൊന്നും പോരാ, വലിയ ഇരുമ്പൽക്ക് തന്നെ വേണം, അതുകൊണ്ട് കുത്തിക്കോഴക്കാം എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമാണ് ഈ സ്ഥലം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന്. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും കിതാബിൽ വല്ലതും ഉണ്ടാകും. അപ്പോൾ പലരും പല കിതാബിലും അവരെ ബേലൂരുള്ള വലിയ ഉസ്താദന്മാരും മറ്റും എഴുതിയത് പലതും വായിച്ചു. എല്ലാം വായിച്ചപ്പോൾ സദഖത്തുൽ പറഞ്ഞു, അതൊന്നും ശരിയല്ലടോ എന്നാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ അടുത്തൊരു കിതാബുണ്ട്, ഞാൻ പട്ടിക്കാട് നിന്ന് ഓതി ഒരുത്തനോട് വാങ്ങിയതാണ്, എന്നാൽ അതിലുള്ളത് വായിച്ചാന്ന് പറഞ്ഞു. അതിൽ വായിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആ സ്ഥലത്ത് ഷെയ്ഖുനാ ശംസുൽമായി പറഞ്ഞതായ ഒരു തഹ്ഖീഖാണ്. അത് കേട്ടപ്പോൾ മൂപ്പർ പറഞ്ഞു, അതാണ് അതിൻ്റെ ശരി, അയാൾക്ക് മൂപ്പർക്ക് മാത്രമേ ആ സ്ഥലം വേണ്ടതുപോലെ തിരിഞ്ഞിട്ടുള്ളൂ. അപ്പം കിതാബിൽ ഏതൊരു സ്ഥലം നോക്കിയാലും ഏതൊരു നോക്കിയാലും ആ വിഷയത്തിലുള്ള ഒരു ഇമാമാണ് ബഹുമാനപ്പെട്ടവരെന്ന് തോന്നും നമുക്ക്. അതോടുകൂടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ മഹാൻ. അതോടൊപ്പം തന്നെ കിതാബുകൾ രചിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കിതാബുകൾ രചിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. മൂപ്പര് ആ ബുഖാരിൻ്റെ തഹ്ഖീഖാത്തുകൾ മുഴുവൻ എഴുതണമെന്ന് എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ പല പ്രാവശ്യം മൂപ്പരെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ പറയും, ഇപ്പോൾ പിന്നെ ഷഅബാൻ മാസമാണ്, ഇപ്പം പറ്റൂല എന്ന് പറയും. റമദാനിൽ ചെല്ലുമ്പോൾ പറയും, ഇത് റമദാനിൽ തീരെയും പറ്റൂല. റമദാൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറയും, ഇത് ചൊവ്വാലാണ്, ഇപ്പം പറ്റൂല തങ്ങളെ. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, ഇതൊന്നും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാനുള്ളതല്ല, ഇതൊക്കെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മളെ മശായിഖന്മാരെ സമ്മതം നമ്മൾക്ക് വേണം. ഇതൊരു കച്ചവടത്തിന് വേണ്ടി എഴുതണമല്ലോ, നമ്മളിപ്പോൾ ബുക്ക് ഉണ്ടാക്കണമായിരിക്കല്ലോ. നമ്മൾ ബുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളതിൻ്റെ ലാഭം കണക്കൂട്ടൽ, ഇത് എത്ര വിറ്റ് എത്ര ലാഭം കിട്ടും എന്നുള്ളത്. ഈ ലാഭം കണക്കൂട്ടി എഴുതുന്നല്ല വരുന്നു. ഇപ്പോൾ മഹാന്മാരൊക്കെ കിതാബ് ഉണ്ടാക്കിയത് അത് അതിൻ്റെ ലാഭത്തിന് വേണ്ടിയോ അല്ല, അവർക്കൊക്കെ ഇലാഹിയായ ഒരു ദീനിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമുള്ളൂ. എന്നതുപോലെ ഇതിൻ്റെ മശായിഖന്മാരിൽ നിന്ന് സമ്മതം കിട്ടണം, എന്നാലേ എഴുതുള്ളൂ എന്നാണ്. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ കിതാബ് എഴുതാഞ്ഞത്. അവർ നമുക്ക് തോന്നുന്നു ഇയാൾ മൂപ്പർക്കൊന്നും അറിയാത്ത 3-4 മൗലൂദ് ഉണ്ടാക്കിയ ആളാണെന്ന്. മൗലൂദ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ മൗലൂദൊന്നുമല്ല. ആ മൗലൂദൊക്കെ വായിച്ചു നോക്കണോ, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യങ്ങളാണ് അതിൽ ബഹുമാനപ്പെട്ടവർ ശേഖരിച്ചിട്ടുള്ളത്. ഓരോ മൗലൂദും, അജ്മീർ മൗലൂദ് നോക്ക്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലാവുദ്ദീൻ ഹംസി തങ്ങൾക്കുള്ള മൗലൂദ് നോക്ക്, അങ്ങനെ മൂപ്പര് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ വലിയുല്ലാഹി തങ്ങൾക്കുള്ള മൗലൂദ് നോക്ക്. ഈ മൗലൂദൊക്കെ വെറും ഒരു മൗലൂദ് മാത്രമല്ല, അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആധികാരികമായ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ കൃതികളാണ്. അപ്പം മൂപ്പർക്കത് എഴുതാൻ അറിയാത്തതുകൊണ്ടാണ് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എഴുതിയില്ല, അത് മഹാന്മാരാകുന്ന മശായിഖന്മാരിൽ നിന്ന് അതിന് സമ്മതമില്ലാത്തതുകൊണ്ട് എഴുതിയില്ല. അങ്ങനെ ഇവിടെ മൂപ്പരെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നതായ ഓരോ വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ ഒരു ദിവസമല്ല, അത് മാസങ്ങളോളം ചർച്ച ചെയ്യാണ്ട് ഓരോ വിഷയങ്ങളും പറയുകയാണെങ്കിൽ. അങ്ങനത്തെ ഏറ്റവും വലിയതായ എത്ര പറഞ്ഞാലും മതിയാവാത്ത എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ചേർത്ത് പറഞ്ഞോ എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ എല്ലാം ചേർത്ത് പറയാൻ പറ്റിയതായ ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവർക്ക് ഇൽമിൽ അതിൻ്റെ എല്ലാ നിലക്കുള്ളതായ കമാലിയത്തുണ്ടായി, വിലായത്തിൽ അതിൻ്റെ കമാലിയത്തുണ്ടായി. എന്ത് സംഗതി നെഞ്ചൂക്കോടുകൂടി ആരെ മുന്നിലും പറയാനുള്ള ഏതെങ്കിലും ഒരാളിലേക്ക് അവരാവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു ആവശ്യത്തിന് വേണ്ടിയോ അങ്ങോട്ട് പോകേണ്ടതായ ഒരു ആവശ്യം മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. കണ്ടോ, ഇബ്നു ഹാസിം തങ്ങൾ പറഞ്ഞതുപോലെ കാനൽ ഉലമാഉ ഫീമാ മള, കഴിഞ്ഞ കാലത്ത് പണ്ഡിതന്മാർ അവരെ യത്ലുബുഹുമുസ്സലാത്തീൻ, രാജാക്കന്മാരൊക്കെ അവരെ തേടി വരുന്ന, പണ്ഡിതന്മാരെ തേടി വരും. എന്നാൽ വഹും യഫിറൂന മിൻഹു, പണ്ഡിതന്മാർ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടലാണ്. അമ്മല്യവും ഇന്നത്തെ കാലത്ത് പണ്ഡിതന്മാരുടെ സ്വഭാവം ജമാഉൽ ഇൽമ ബിഹദാഫീരിഹി, ഇൽമിനെ അതിൻ്റെ വേരോടുകൂടി അവർ എന്തായി സമ്പാദിച്ചു, എല്ലാ ഇൽമിനും സമ്പാദിച്ചു. പക്ഷേ അവരെന്താവുന്നറിയോ, യത്ലുബൂന സലാത്തീൻ, അവർ രാജാക്കന്മാരെയും മറ്റുള്ളതായ മുതലാളിമാരെയും മറ്റുള്ളവരെ തേടിക്കൊണ്ട് അവരെടുത്തേക്ക് അങ്ങോട്ട് ഓടുകയാണ്. എന്നാൽ വഹും യഫിറൂന മിന്നു, ഇപ്പോൾ ബല കാണുമ്പോൾ ഓടുന്ന സ്വഭാവമാണെന്ന്. കാരണം മൂല്യം 2 വല്ല പിരിവിനാണ് ഈ കാരണം. അപ്പോൾ അവർ ഓടുന്നതായ ഒരവസ്ഥയുള്ളത്. ഈ ഒരു അവസ്ഥ വരെ ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിട്ടില്ല. അവരാ ഇരിക്കണ ഇരുത്തത്തിൽ തന്നെ അവിടെ ഇരുന്നു.
ഇരിക്കേണ്ടവർത്തിരുന്നു, ആവശ്യമുള്ളവരൊക്കെ അങ്ങോട്ട് വന്നു. ഇതാണ് മഹാന്മാരാവുന്ന യഥാർത്ഥ ഒരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതനുണ്ടാവേണ്ടതായ ഗുണം. ആ ഗുണം മുഴുവനും മൂപ്പരിലുണ്ടായിരുന്നു. അങ്ങനത്തെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ സ്മരിക്കാനും അവർക്കുള്ളതായ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ഈ SYS സംഘടിപ്പിച്ചതായ ഈ പരിപാടി ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടും എല്ലാ നിലക്കും അത് പ്രശംസനീയമാണ്. ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ജീവിതത്തിനെ പറ്റി, അവരുടെ ജീവിതത്തിലുള്ള ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അവരോട് ബന്ധപ്പെട്ട ഓരോന്നിനെപ്പറ്റിയും പഠിക്കാൻ വേണ്ടി ഓരോ ദിവസങ്ങൾ ഒന്നിനെ അവർക്കുള്ളതായ തദ്രീസ് അല്ലെങ്കിൽ അവർക്കുള്ളതായ ദഅവത്ത്, അവരെ മറ്റുള്ളതായ അങ്ങനെ ഓരോ വിഷയത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ദിവസം തന്നെ നമ്മളിവിടെ ആ ഒരു വിഷയത്തിനെ തന്നെ പലതായും കൊണ്ട് പലർക്കും ചർച്ച കൊടുത്താൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അത്രമാത്രം ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ളതായ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞേറ്റ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു